ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ്. അപ്പോൾ ആ സുദിനം വന്നെത്തി. ബിഗ് ബോസ് സീസൺ 7 ആരംഭിച്ചു. ഇന്നലെ ഞായറാഴ്ച ആയിരുന്നു അതിൻ്റെ ഇനാഗുറേഷൻ. അതിഥികൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ദിവസം. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ ആവാതിരുന്നാൽ മതി. കാരണം കഴിഞ്ഞ സീസണൊക്കെ വാഴത്തോട്ടമായിരുന്നു. അതിലേറ്റവും കൊലച്ചു നിൽക്കുന്ന വാഴ ഏത്? അതായിരുന്നു ജേതാവ്. ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അതേപോലെ വാഴത്തോട്ടമാകാതിരുന്നാൽ മതി ലാലേട്ടാ. അപ്പോ ഏതായാലും ഈ സീസണിലെ കണ്ടസ്റ്റൻസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് തന്നെ ഒരു കോമണറെയാണ്, അതായത് നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു കോമണർ. മലയാളം ബിഗ് ബോസിൽ ആദ്യമായിട്ട് ഒരു കോമണർ, പുരുഷ കോമണർ. അതാരായിരുന്നു? അനീഷ് തറയിൽ. ആരാണ്? അനീഷ് തറ. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം ഒരു ചൊറിയൻ എന്നുള്ള ഒരു ടാഗ് ലൈനോടെ, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റോടെ, ആ ഒരു മൈൻഡ് ഗെയിമോടെ ഉള്ളിലേക്ക് വന്ന ആളാണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ ഫസ്റ്റ് സീസണിലെ സാബുവിൻ്റെ ആ ലെവൽ ചൊറിയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആളൊരു ഗെറ്റപ്പ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു. ചൊറിയൻ അനീഷ് ലാലേട്ടന് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ വിരുദ്ധനാണ്. ഒരു സ്ത്രീ വിരുദ്ധനാണ് അത്ര അയാൾ. അതുകൊണ്ട് തന്നെ സ്ത്രീകള് ഹൗസിനുള്ളിലേക്ക് വരുമ്പോൾ കൈ കൊടുക്കൂല, ആണുങ്ങൾ വരുമ്പോൾ നേരിട്ട് വന്ന് കൈ കൊടുക്കും. അതുപോലെ തന്നെ ഇയാൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കും. പുതിയ അതിഥി വരുമ്പം അയാൾ അവിടെ പോയിട്ട് കൈ കൊടുക്കണം. അയാൾ വലിയ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ആ ലെവലാണ്. പിന്നെ ബിഗ് ബോസ് തന്നെ ആ ഒരു ഇൻട്രോയില് ഇയാൾക്കിട്ടൊരു 8ന്റെ പണി, 7ാമത്തെ സീസണാണല്ലോ, 7ന്റെ പണി കൊടുത്തെന്ന് തോന്നുന്നു. കാരണം വാഴത്തോട്ടത്തിൻ്റെ അവിടെ നിന്നൊക്കെയാണ് ഇൻട്രോ സീന്. അപ്പോൾ സ്വയം വാഴ എന്ന് പ്രഖ്യാപിച്ചതാണോ? വരും ദിവസങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ എല്ലാവരുടെയും ആരുടെയൊക്കെയോ രോമാകുജ കഞ്ചുകമായ അനുമോള്. അറിയാലോ, സ്റ്റാർ മാജിക് അനുമോൾ. അതിൻ്റെ അപ്പുറത്തേക്ക് വിശേഷമൊന്നും വേണ്ടല്ലോ. പിന്നെ കുടുംബ പ്രേക്ഷകർക്ക് വരെ ഒരുവിധ സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് സംഭവം? ആള് കുറച്ചൊന്ന് കരയും. ലാലേട്ടൻ ചോദിച്ചു, കരയുന്ന കൂട്ടത്തിലാണ്. ആ ലാലേട്ടൻ ഞാൻ കരയും. എൻ്റെ പ്രിയപ്പെട്ട അനുമോളെ, ഈ കരച്ചില് പീച്ചില് മറ്റേത് ഈ ക്യൂട്ട്നെസ് ഒന്നും വിതറിങ്ങാണ്ട് വെറുതെ ബിഗ് ബോസിലേക്ക് കയറി വരണ്ട. ആളുകൾ പിടിച്ചു മാന്തും. അതൊന്നും ഇപ്പോൾ കാണാൻ ആൾക്ക് താല്പര്യമില്ല. അത് ഫസ്റ്റും സെക്കൻഡും തേർഡും സീസണിലൊക്കെ വന്നു പോയതാണ്. ലാസ്റ്റ് സീസണിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ടെക്നിക്ക് മാറ്റിപ്പിടി അനുമോൾ. പിന്നെ അടുത്തത് ആര്യൻ. ആളെ കുഴപ്പമില്ലാത്ത നല്ല ലുക്കുണ്ട് ഉള്ളത് പറയാലോ, അസൂയൊന്നുമില്ല. നല്ല ലുക്കുള്ളൊരു പയ്യൻ. ബിഗ് ബോസ് ഇങ്ങനെയുള്ള പയ്യന്മാരൊക്കെ ഇറക്കണത് ലവ് ട്രാക്കിനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. പൈങ്കിളി പെണ്ണുങ്ങളെ വോട്ടും കിട്ടും. ആ ട്രാക്കറ്റൊന്നും ദയവ് ചെയ്ത് ഇറങ്ങല്ല മോനെ. പൈങ്കിളി ട്രാക്കൊന്നും ഇപ്പോൾ വേണ്ട ആളുകൾക്ക് ഇപ്പോൾ വേണ്ട ഗഡ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി പിടി, ഒരു എൻ്റർടൈൻമെൻറ്റ്, ആ ലെവലൊക്കെയാണ് വേണ്ടത്. അല്ലാതെ അവിടെ മൂലൊക്കെ പോയിരുന്നെങ്ങാണ്ട് കഴിഞ്ഞ സീസണിലെ ഗബ്രിയെ പോലെ അവിടെ മൂക്കൊലിപ്പിക്കുക, ഇവിടെ പോയിട്ട് കരിയുക, ഐ മിസ് യു, ഐ ഹേറ്റ് യു, ആ വക ലെവലിട്ടൊന്ന് കളിക്കാതിരുന്ന ആര്യനക്ക് കൊള്ളാം. കാരണം അപ്കമിങ് ആക്ടറാണ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ബിഗ് ബോസ് എന്ന് പറയുന്നത് കാരണം ഒരുവിധ ആളുകളിലൊക്കെ എത്തും. അത്രയും ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത ഒരു സീസൺ തന്നെയാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ കളിച്ച ആര്യനക്ക് കൊള്ളാം. അടുത്തതാണ് കലാഭവൻ സരിക. ഇവരെ കുറിച്ച് അധികമൊന്നും പറയാനില്ല. കാരണം ഇവർക്ക് അധികം ആളുകളൊക്കെ അറിയാം ഇതിനുള്ളിൽ. അതുകൊണ്ട് വഴിയെ കാണാൻ നമുക്ക് എന്താവുന്നുള്ളത്. നെക്സ്റ്റ് അടുത്തത് അക്ബർ ഖാൻ. ഒരുവിധം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഒരു സിംഗറാണ്, അപ്കമിങ് സിംഗറാണ്. അത്യാവശ്യം നന്നായിട്ട് പാടും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഇൻട്രോ സീനിൽ അദ്ദേഹം ഡാൻസ് കളിക്കാതെ നേരിട്ട് വന്ന് ഗാനം ആലപിച്ചു. സത്യം പറയല്ല, കൂതറായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കൂതറ സോങ് ആയിരുന്നു. എന്തോ ബിഗ് ബോസിൽ വന്ന് പാട്ട് പാടാനും ഇതിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വെട്ടിങ് കിടക്കെടുത്തൊക്കെ പോവാം. അല്ലാതെ ഗെയിം പ്ലാനോടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്ന് പോകാം.
അടുത്തതാണ് മക്കളെ, ആരാന്നറിയോ? RJ ബിൻസി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിക്ക് നോക്കണ, എഴുതി വെച്ചാട്ടെ, പേരൊന്നും അറിയില്ല. ഇനി പഠിക്കണം, കണ്ട് മനസ്സിലാവും, അങ്ങനെയാണല്ലോ മൈൻഡിൽ കയറുക. അപ്പോൾ അടുത്തത് ആറാമത്തെ കണ്ടസ്റ്റന്റ് RJ ബിൻസി. എനിക്ക് പേഴ്സണലി അറിയില്ല, അറിയുന്നവരുണ്ടാവും, അവരൊരു RJ ആണെന്ന് പറയുന്നത്. പിന്നെ അവർ ഇടയ്ക്കിടെ ഇൻഫ്ലുവൻസറാണ്, ഞാൻ ഇൻഫ്ലുവൻസറാണെന്ന് പറഞ്ഞെടുക്കേണ്ടത്. എന്തിനാ പറയണത് എനിക്കറിയില്ല. എവിടുത്തെ ഇൻഫ്ലുവൻസാണ്, ഏത് അടുപ്പത്തെ ഇൻഫ്ലുവൻസറാണെന്നൊന്നും എനിക്കറിയില്ല. ഭാവിയിൽ നമുക്ക് അറിയുമായിരിക്കും, നോക്കാം. ഒന്നും നമുക്ക് ഗസ് ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ്. ഓക്കെ, ഇൻഫ്ലുവൻസർ RJ ബിൻസി. അടുത്ത കണ്ടസ്റ്റന്റ്, അതായത് 7ാമത്തെ കണ്ടസ്റ്റന്റ് ഒനിയൻ സാബു. ഒനിയനില്ലേ, വെറൈറ്റി പേരാണ്. അതിമ്പോൾ തന്നെ ആളുകൾ മൈൻഡിൽ കയറും ആ പേര്, ഒനിയൻ സാബു. അത്യാവശ്യം സംസാരിക്കുന്ന ആളെന്നൊക്കെ തോന്നുന്നു. കാരണം ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു, ലണ്ടനിലും അവിടെ അവിടെയൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു. പിന്നെ കേരളത്തിൽ തന്നെ വരണം, കേരളത്തിൽ തനിമ ആയിട്ട് ഏതോ ഒരു ഫുഡ് അതിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉള്ള ഒരാളാണ്. പക്ഷേ ഇൻട്രോയിൽ ഇന്നിട്ട കോസ്റ്റ്യൂം വളരെ ഊള കോസ്റ്റ്യൂമായിരുന്നു. അല്ലെങ്കിലും കോസ്റ്റ്യൂമിലൊക്കെ എന്തിരിക്കുന്നു അല്ലേ, എന്നാലും ഒരു കോണകമായിരുത്ത ഒരു കോസ്റ്റ്യൂമായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അത് പോട്ടെ, നമുക്ക് കണ്ടസ്റ്റൻ്റെ പെർഫോമൻസ് നോക്കിയാൽ വരും ദിവസങ്ങളിൽ നോക്കാം. ഒനിയൻ തൊലി ഉരിയോ അതോ തൊലി കളയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് വന്നിട്ട് കാണാം. വെയിറ്റ് ആൻഡ് സീ. ഇനി അടുത്തത് ആരാണ്? 8ാമത്തെ കണ്ടസ്റ്റന്റ് ആരാണെന്നറിയോ? ബിനി സെബാസ്റ്റ്യൻ. ചൈനയിലൊക്കെ പോയി ഡോക്ടറേറ്റൊക്കെ പഠിച്ച ഒരു ഭാവി ഡോക്ടറാണ്. ഒരു ലവ് ട്രാക്കൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ തോട്ടാണെന്നോ അറിയില്ല, അല്ലെങ്കിൽ വല്ല ക്യൂട്ട്നെസ് ഒക്കെ ആയിട്ടുണ്ടാവും. ഒന്നും അധികം പോകാൻ ചാൻസ് ഇല്ലാന്നാണ് തോന്നുന്നത്. ഇനി അവരുടെ പ്രകടനം കൊണ്ട് മുന്നോട്ട് പോയി കൂടായികയില്ല അല്ലേ, നമുക്കെന്തും പറയാമല്ലോ. വേറൊന്നും പറയാനില്ല. നെക്സ്റ്റ് നോക്കാം. 9ാമത് അഭിലാഷ്. അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെടുന്ന ആൾ തന്നെയാണ്. പക്ഷെ എനിക്കറിയില്ല കേട്ടോ. ഞാൻ അതിന് ശേഷം സെർച്ച് ചെയ്തപ്പോൾ അത്യാവശ്യം അറിയപ്പെടുന്ന ആൾ തന്നെയാണ്. ആളൊരു ഹാൻഡിക്യാപ്ഡാണ്. പക്ഷേ അതിൻ്റെ യാതൊരു ഇതും അയാളെ പ്രകടനത്തിലില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഇൻട്രോയിലുള്ള ഡാൻസ് തന്നെ വളരെ സൂപ്പറായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇൻട്രോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു കാലിൻ്റെ ഒരു വ്യത്യാസമൊന്നും അദ്ദേഹത്തെ ബാധിക്കില്ല, ഗെയിമൊക്കെ നന്നായി കളിക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞത്. വരും ദിവസങ്ങളിൽ നോക്കാം. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ഇതുണ്ട്, എന്താ പറയുക, ഒരു പവർ ഉണ്ടെന്ന് എനിക്ക് സംസാരത്തിലും ആ ഒരു ബോഡി ലാംഗ്വേജിലൊന്നും മനസ്സിലാവുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കാണാം എങ്ങനെ ആവും എന്നുള്ളത് പറയാൻ പറ്റില്ല. കഴിഞ്ഞ സീസണിലൊക്കെ ഞാൻ മറ്റേത് കാണിക്കും മറിച്ചത് കാണിക്കും എന്നൊക്കെ പറഞ്ഞു പോയവരൊക്കെ വെടി തീർന്ന ഗ്യാസ് പോയ ബലൂൺ പോലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വരും ദിവസങ്ങളിൽ കാണാം. അടുത്തത് ഒരു ബേബി ഡോള്, ഒരു 10ാമത്തെ കണ്ടസ്റ്റന്റ് രന ഫാത്തിമ. വേറൊരു കാര്യം കൂടി പറയാം, എനിക്കടുത്ത് ഇഷ്ടപ്പെടാത്തൊരു ഊള കോസ്റ്റ്യൂം. എന്തത്? എന്നിട്ട് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പം ആ ചെരുപ്പം പൊട്ടുക, അതെടുത്ത് കൈക്കെടുത്ത് കണ്ട് പോവുക. ഒരു എന്താ പറയുക, ഒരു കഥ, അത്ര തന്നെ ഉള്ളൂ. അടുത്തത് എന്നെ സംബന്ധിച്ചോളം ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. കാരണം അദ്ദേഹത്തെ അറിയാം. മുൻഷി രഞ്ജിത്ത്. അതെ, മുൻഷി രഞ്ജിത്ത്. നമ്മുടെ ഏഷ്യാനെറ്റിലെ മുൻഷി ഉണ്ടല്ലോ, ജനപ്രസിദ്ധമായ ഒരു പരിപാടി മുൻഷി, അതിലൊരു പ്രധാനപ്പെട്ട ക്യാരക്ടർ അവതരിപ്പിച്ച മുൻഷി. പക്ഷേ അയാളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചളി വാരി വിതറും. ഈ ഇൻട്രോയിൽ വന്നപ്പോൾ തന്നെ വീടിനുള്ളിൽ കയറിയപ്പോൾ തന്നെ 2-3 ചളി അടിച്ച് വാരി വിതറി. അതിൽ 2 കണ്ടസ്റ്റൻസ് പറയുന്നുണ്ട്, ഓ ചളിന്ന്. ഈ ചളിയൊന്നും ഏൽക്കില്ല ഏട്ടാ, വേറെ വല്ലതും മാറ്റിപ്പിടി. ഓക്കെ, ചളിയൊക്കെ പോയി ഔട്ട് ഓഫ്. വേറെ ഐറ്റം ഉണ്ടെങ്കിൽ നിലനിൽക്കാം. ഓക്കെ, 100 ദിവസം നിന്നിട്ട് ആ ക്യാഷ് മോഹിച്ചിട്ടാണല്ലോ വന്നത്. അത് നിങ്ങൾ തന്നെ ആ ഇൻട്രോയിൽ പറഞ്ഞല്ലോ. അപ്പോൾ നല്ലപോലെ കളിച്ചാൽ കൊള്ളാം, അത്രയേ ഉള്ളൂ.
ഇനി അടുത്തതാണ് മോനെ, നാവ് അടിക്കണം. പേരങ്ങോട്ട് കിഴന്താണ്, ഗിസൈലിന് തക്രാൻ പൊക്രാൻ അങ്ങനൊക്കെ എന്തൊക്കെ ഒരു പേര്. മുംബൈ ആണ് ആസ്ഥാനം. പുള്ളി മുന്നേ ബോളിവുഡിൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത ആളാണ്. അതായത് ബിഗ് ബോസ്, ഹിന്ദി ബിഗ് ബോസിലൊക്കെ പങ്കെടുത്ത് അവിടുന്ന് ട്രോഫി ഒന്നും കിട്ടാതെ പോകുന്ന ആളാണ്. ഇനി ഇവിടെയും കൂടി ഒന്ന് പറ്റാന്ന് കരുതി. ഞാൻ അറിയാത്ത എത്ര ആളുകളുണ്ട് ബിഗ് ബോസ് കയറാൻ വേണ്ടിയിട്ട് നടക്കുന്നത്. നിങ്ങൾക്ക് ആരും കിട്ടാത്തതാണോ ബിഗ് ബോസ് ടീമിന്? ബോളിവുഡ് പോയിട്ട് ഈ ഐറ്റത്തിനൊക്കെ എടുക്കാൻ നന്നായി മലയാളം പോലും പറയാൻ പറ്റില്ല. വല്ലാത്ത ജാതിയാണ്. ഒന്നും പറയാനില്ല. അമ്മ പഞ്ചാബി, അച്ഛൻ ആലപ്പുഴ ആണോ അതോ അമ്മ ആലപ്പുഴയാണോ എന്തൊക്കെയോ പറയുന്നു. നമ്മളെ സലീം കുമാർ പറഞ്ഞ പോലെ അച്ഛൻ നേപ്പാളി അമ്മ എരപ്പാളി. ഞാൻ ഒന്നും പറയുന്നില്ല. നോക്കാം നമുക്ക് എന്തെങ്കിലും ആവുമോ എന്നുള്ളത്. പിന്നെ ചേച്ചി പറയുന്നുണ്ട്, ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. മലയാളം ഓഡിയൻസിന്റെ ഹൃദയത്തിലും സ്ഥലമുണ്ടാക്കാൻ വന്നതാണ്. മലയാളം ഓഡിയൻസിന്റെ ഹൃദയത്തിൽ സ്ഥലമുണ്ടാക്കാൻ വന്നതാണ്. റിയൽ എസ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ആരെങ്കിലൊക്കെ വല്ല 10 സെന്റ് 12 സെന്റ് ഉണ്ടെങ്കിൽ കൊടുക്കട്ടോ. നല്ല വില തരും ചേച്ചി. കാരണം മുംബൈ ആണ്, ബേസ് മുംബൈയിലാണ്. ഇപ്പൊ കിറ്റും. കൊച്ചു മലയാളം പറഞ്ഞിട്ട് ഹൃദയത്തിൽ സ്ഥലം ഉണ്ടാക്കി തരും മലയാളികൾ. ഇപ്പൊ കിറ്റും. ഈ അടുത്തതാണ് നമ്മുടെ ചേച്ചി, 13ാമത്തെ കണ്ടസ്റ്റന്റ് ചേച്ചി, ഇന്റർവ്യൂ ചേച്ചി. ഇതിന്റെ പേരൊന്നും എനിക്കെല്ലാം കേട്ടിരുന്ന ഒരു ഓർമ്മ കിട്ടുന്നില്ല. ചൊറിയൻ ചേച്ചി നമ്മൾ വിളിക്കാം. കാരണം ഇതിന്റെ ഇന്റർവ്യൂലൊക്കെ അധികം വെറുതെ ചൊറിയും. സെലിബ്രിറ്റികളെ വിളിച്ചിരുത്തിയിട്ട് ചൊറിയും. എന്നിട്ടോ അതിന്റെ കമന്റ് അടിയിലൊക്കെ ഈ ചേച്ചിക്കെതിരായിരിക്കും തെറിവിളി. ഉപദേശമൊന്നുമല്ല, പച്ച തെറിവിളിയായിരിക്കും. ആ ഒരു ആളെയാണ് ലാലേട്ടൻ അഭിസംബോധന ചെയ്തത്. എങ്ങനെ ഇന്റർവ്യൂകൾ നടത്തി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച, ജനങ്ങളുടെ എവിടെ ഇടം പിടിച്ചതെന്നുള്ളത് എനിക്ക് സത്യമായിട്ടും പരസ്യമാക്കാൻ പറ്റില്ല. ഏതായാലും എവിടേക്ക് ഇടം പിടിച്ചിരിക്കണം, അതാണല്ലോ പച്ചത്തെറി കമന്റ് വന്നത്. ഏതായാലും നല്ല എയറിൽ കയറാൻ പറ്റിയ സാധനമാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് നല്ലൊരു കണ്ടന്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്തതാണ് നമ്മുടെ 14ാമത്തെ കണ്ടസ്റ്റന്റ് രുദ്രൻ ഷാനവാസ്. ഒന്നും പറയാനില്ല, ഒരു നല്ലവനായ ഉണ്ണി. ആ ഒരു ലെവലൊക്കെ ആണെന്ന് തോന്നുന്നു. അധികം സംസാരിക്കാത്ത ഒരു പക്ക ഒരു ജെന്റിൽമാൻ ക്യാരക്ടറൊക്കെ ആണെന്ന് തോന്നുന്നു. ഒന്നും പറയാനില്ല, നോക്കാം നമുക്ക്. അടുത്തതാണ് നെവിൻ റെമോ സ്റ്റൈലിലൊക്കെ മുടിയൊക്കെ ഇറക്കിയിട്ട് നെവിൻ. കാരണം അദ്ദേഹം എന്താണ് പ്രൊഫഷൻ? ഫാഷൻ കൊറിയോഗ്രാഫറാണ്. എന്തോ ഒരു ശരീരത്തിൻ്റെ ഒരു ചലനത്തിലൊക്കെ എനിക്ക് എന്തോ ഒന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല, വരും ദിവസങ്ങളിൽ റിവീൽ ആവും തോന്നുന്നു. പക്ഷേ ഒരു പ്രത്യേക ഒരു കാര്യമുണ്ട്, അദ്ദേഹം വന്നിരിക്കുന്നത് ഒരു ആയുധം കൊണ്ടാണ്. അതെന്താന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്നും നമുക്ക് കേൾക്കാം. എന്താണ്? ഐ ആം കമ്മിങ് ടു ബിഗ് ബോസ് എന്റെ പോയിന്റഡ് ഹീൽസുമായിട്ട്. ഞാൻ കരുതി വേറെ വല്ല എന്തായിരിക്കും. പോയിന്റഡ് ഹീൽസ് എന്ത് കാര്യത്തിന്? എന്ത് തേങ്ങക്ക്? കൊള്ളാമട മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. വേറൊന്നും കൂടി ഉണ്ട്. അച്ചടോ, ഞാൻ പിടിച്ച് മേന്തും. ഈ ഒരു മീറ്ററിൽ പിടിച്ച് വെക്കോ നിവിനെ. നല്ല കോമഡി ആയിട്ടുണ്ട്. കോമഡി ട്രാക്ക് വർക്കൗട്ട് ചെയ്താൽ മതി. സംഭവം താനേ നല്ല മാസമായിട്ട് സംസാരിക്കുന്നെങ്കിലും സൂപ്പർ കോമഡിയാണ്. ഞാൻ പിടിച്ചു മാന്തത്രേ. ഒരു കഥ. ഇതൊക്കെ എവിടുന്ന് കിട്ടുന്ന ബിഗ് ബോസ്? അടുത്തത് നോറ ആൻഡ് ആദില, ലെസ്ബിയൻ കപ്പിൾസ്. നോക്കാം, ഒന്നും പറയാനില്ല. വരും ദിവസങ്ങളിൽ കാണാം നമുക്ക്. അടുത്ത 17ാമത്തെ കണ്ടസ്റ്റന്റ് അഡ്വക്കേറ്റ് ശ്വേത സന്തോഷ്. അഡ്വക്കേറ്റ് എന്നുള്ളത് 2 സൈഡിലും കോട്ടിട്ട് വെക്കണം. കാരണം അവർ സംസാരിക്കുന്നു അങ്ങനെ തന്നെയാണ്. അഡ്വക്കേറ്റ് ശ്വേത സന്തോഷ്, അഡ്വക്കേറ്റ് ശ്വേത ഇനീഷ്യലാന്ന് തോന്നുന്നു അല്ലേ? ഇവര് ഒരു അഡ്വക്കേറ്റാണ്, അതുപോലെ തന്നെ ഒരു കോമഡി ആർട്ടിസ്റ്റ്. ആ ലെവലിലൊക്കെ പോകുന്ന റിയാലിറ്റി ഷോകളൊക്കെ പങ്കെടുക്കുന്ന
കുറച്ച് ആളുകൾക്ക് ഫെമിലിയർ ആയ ഒരു മുഖം തന്നെയാണ്. അഡ്വക്കേറ്റ് ശ്വേത സന്തോഷ്, ബിഗ് ബോസ് അഡ്വക്കേറ്റ് ശ്വേത സന്തോഷ്. ഓക്കെ, അഡ്വക്കേറ്റ് മറക്കരുത്. ഇനിയാണ് മക്കളെ നമ്മുടെ അവരാധം അല്ല അവതാരം. രേണുസുധി നീണ്ട ഇടവേളയ്ക്ക് ശേഷം അവൾ എത്തിയിരിക്കുന്നു. റീൽസുകൾ അവസാനിപ്പിച്ച്, തള്ളുകൾ അവസാനിപ്പിച്ച്, വെറുപ്പിക്കൽ അവസാനിപ്പിച്ച് ബിഗ് ബോസിൽ ഇതൊക്കെ തുടരാൻ വേണ്ടി അവൾ എത്തിയിരിക്കുന്നു മക്കളെ. സുധി എന്ന് പറയുന്ന താരത്തെ വിൽക്കാൻ വേണ്ടി, അദ്ദേഹത്തെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി അവരെത്തിയിരിക്കുന്നു. സുധിച്ചേട്ടന്റെ സ്വന്തം രേണുസുധി. സുധിച്ചേട്ടന്റെ ബാഗുമായിട്ടാണ് നമ്മുടെ രേണുസുധി ബിഗ് ബോസിലേക്ക് പോകുന്നത്. സുധിച്ചേട്ടന്റെ ഓർമ്മകൾ അയവരയ്ക്കാൻ വേണ്ടിയിട്ട്. എന്തേ സുധിച്ചേട്ടന്റെ നമ്മുടെ ലക്ഷ്മി നക്ഷത്രം തന്ന ആ ഡ്രസ്സ് എടുത്തില്ലേ, മണമുള്ള. ഇനിയെങ്കിലും സുധിയേട്ടനെ വെച്ചിട്ടുള്ള ആ ഒരു ഡ്രാമ നിർത്തിക്കൂടെ രേണു? ബിഗ് ബോസിലും തുടരാനാണോ പദ്ധതി? ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇനി ആ ഒരു അടവ് നടക്കില്ല. സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിച്ച് വിജയിക്കാൻ നോക്കുക. ലാലേട്ടന്റെ അടുത്തേക്ക് വരുമ്പോ തന്നെ രേണു അബദ്ധമാണ് പറയുന്നത്. ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. ലാലേട്ടനോട് നമസ്കാരം, വെൽക്കം. അപ്പൊ രേണു ആണ് ഹോസ്റ്റ്, ലാലേട്ടൻ കണ്ടസ്റ്റന്റ് ആണോ? പാവല്ലേ, ആദ്യമായിട്ടായിരിക്കും അല്ലേ? ടെൻഷൻ അല്ലേ? സുധിച്ചേട്ടൻ ആലോചിച്ചിട്ട് ടെൻഷനോ ടെൻഷൻ. പിന്നുണ്ട് ആ ബിഗ് ബോസിന്റെ ഹൗസ് കണ്ട് കേറി കഴിയുമ്പോ, ഹൗ എന്റെ മോനെ, ആ ഡോറണ്ട് തുറന്നു കഴിയുമ്പോ രേണുസുധി, സുധിച്ചേട്ടാ ഞാൻ വന്നിട്ടോന്ന്. സുധിച്ചേട്ടൻ ബിഗ് ബോസ് സീസണിന്റെ ഉള്ളിലല്ലേ കിടക്കണത്. സുധിച്ചേട്ടാ ഞാൻ വന്നു. എവിടെ നോക്കിയാലും സുധിനെ വിട്ട് കാശാക്കാൻ വേണ്ടി തന്നെയാണ് രേണു ഉറപ്പിച്ചിറങ്ങിയതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ അതിൽ വീഴരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അവസാനം, അതായത് 19ാമത്തെ കോണ്ടസ്റ്റന്റ് ആരാന്നറിയോ? അപ്പാണ് ശരത്ത്. നമ്മുടെ ശരത്ത്, അതായത് ആക്ടർ ശരത്ത്, എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ, അതന്നെ ആള്. ഒരു നല്ല മനുഷ്യൻ, നല്ലവനായ ഉണ്ണി. ആ ഒരു ഗെറ്റപ്പ്, ആ ഒരു സ്മൈല്, സംസാരത്തോടെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. എത്ര കാലം ആ ഒരു ഗെറ്റപ്പ് പിടിച്ചു നിൽക്കുമെന്നൊന്നും അറിയില്ല. ഏതായാലും റിയൽ ഫേസ് പുറത്തു വരേണ്ടതുണ്ട്. ഐ ആം വെയിറ്റിംഗ്. അപ്പൊ ഇത്രയും കണ്ടസ്റ്റൻസ് ആണ് ഉള്ളത്. ഓക്കെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. കാരണം ഒരുവിധ ആളുകളൊന്നും എനിക്ക് പേഴ്സണൽ മീൻസ് പരിചയമില്ല. എല്ലാ സീസണും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരേ ഒരു അപേക്ഷയുള്ളൂ, ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ. കഴിഞ്ഞ സീസണത്തെ പോലെ വായത്തോട്ടമാകരുതേ, കൊലവായ അറക്കാൻ വയ്യ. ഏതായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഓക്കെ, വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള റിയാക്ഷൻസ് ഡെയിലി ചെയ്യണമെന്നാണ് ആഗ്രഹം. സാധിക്കട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ പ്രാർത്ഥിക്കുന്നു. സാധിക്കട്ടെ, മടി പിടിക്കല്ലേ. ഏതായാലും ഓക്കെ.